നമസ്കാരം. മാണി സാറിൻ്റെ വേറിട്ട ബ്ലോക്ക്. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നമ്മുടെ നാട്ടിൽ എന്തിലും ഏതിലും രാഷ്ട്രീയമാണല്ലോ. സ്ത്രീപീഡന കേസിലും രാഷ്ട്രീയം കലരുകയാണ്. കൊല്ലത്തെ കടക്കലിൽ 90-കാരിയെ അയൽവാസി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്ന് ആശുപത്രിക്ക് മുന്നിൽ മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാരും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ CPMകാരും ഏറ്റുമുട്ടി. പരാതിക്കാരിയുടെ കൈപിടിക്കാനും സഹായിക്കാനുമുള്ള മത്സരമാണ് രാഷ്ട്രീയ കശപശയ്ക്ക് ഇടയാക്കിയത്. നീ വരൂ. പീഡനത്തിന് തെളിവൊന്നുമില്ലെന്ന് പോലീസ് അറിയിച്ചുവെങ്കിലും പ്രതിക്ക് രാഷ്ട്രീയ ബന്ധം ആരോപിച്ചും ഇരുവിഭാഗവും ഏറ്റുമുട്ടി. എന്താണ് കടക്കലിൽ സംഭവിച്ചത്? ഇരു കൂട്ടരോടും ചോദിക്കാം. എന്താ പ്രശ്നം? അല്ല, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി 11 മണിക്കായി സംഭവം അറിയുന്നത്. ഈ 11 മണി മുതൽ ഈ ഇവിടുത്തെ ഞാനടക്കമുള്ള പൊതുപ്രവർത്തകരെല്ലാം ഈ വീടുമായി ബന്ധപ്പെടുകയും ഇന്ന് രാവിലെ തന്നെ പോലീസിനെ കൊണ്ടുവന്ന് ആ അമ്മയുടെ മൊഴിയെടുക്കുകയും ആ അമ്മയെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന എന്റെ വണ്ടിക്കകത്താ കൊണ്ടുവരുന്നത്. എന്താ ഉണ്ടായത്? പാർട്ടിയൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എല്ലാ പാർട്ടിയിലും പെട്ടവരും ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെ ഒരു വശത്ത് അവർ നിന്നു, ഇട ദിവസം ഞാനും നിന്നു. പെട്ടെന്ന് ഒരാൾ വന്ന് എന്റെ ദേഹത്ത് തട്ടിയിട്ടിട്ട് എന്നെ ഇങ്ങനെ തട്ടിയിട്ട് അവരെ കയറി ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണ് ഇങ്ങനെ എന്നെ പിടിച്ചു? സ്ത്രീകളെ പിടിച്ച് തള്ളുന്ന ആരെന്ന് ചോദിച്ചു. അയാൾ അന്നേരം വലുതായിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ എന്ന് മറുപടി പറഞ്ഞു. കഷ്ടമുണ്ട്, നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. എന്നെ വന്ന് ഇടിച്ചങ്ങ് മാറ്റുക. പെണ്ണുങ്ങളെ ഇളക്കുന്നതിനിടയിൽ നിലക്കെന്തിനാണ് അധികാരം? ഈ നിലയ്ക്ക് ഒരു പിന്നെ മകളയുടെ സംസ്ഥാന നേതാവല്ലേ അങ്ങനെ സംസാരിക്കണോ? ആ രൂപത്തിൽ അവസാനം അവിടെ നിന്ന സ്ത്രീകൾ മൊത്തം ഇവർക്കെതിരെ തിരിഞ്ഞു. എന്താ പറഞ്ഞേ? കുറച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി ആൾക്കൂട്ടത്തിൽ അവരെ കണ്ട ഉടനെ പുള്ളി അങ്ങ് ബഹളം തുടങ്ങി. ഇത് കേട്ടോണ്ടേ അത് ഏറ്റുപിടിച്ച് കുറെ ആളുകൾ ഇപ്പൊ കൊല്ലണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ചെയ്യുന്ന പറഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും തിരിച്ചവിടെ വന്നു. അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ CPM വേണ്ടി പ്രവർത്തിച്ച, LDFന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അത്ര പ്രതി എന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കുന്നു. ഈ അകത്ത് കിടക്കുന്ന പ്രതി എന്ന് പറയുന്നത് പക്ക കോൺഗ്രസ്സുകാരനാണ്. ആ കോൺഗ്രസ്സുകാരൻ പ്രതിയായി നിൽക്കുന്ന സ്ഥലത്താണ് ഇവിടെ വന്നിട്ട് തിരിച്ച് അഭിനയിക്കാൻ വരിക. കേരളം മൊത്തം കുഴപ്പം. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. നാരായണക്കുട്ടി, ഞാൻ എന്ത് ചെയ്യണം? നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ഒരുമിച്ച് നിന്ന് പരാതിക്കാരെ സഹായിക്കുന്നതിന് പകരം അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ഇറങ്ങുന്നവരോട് ഇങ്ങനെ ചോദിക്കാനേ നിവൃത്തിയുള്ളൂ. വട്ടാണല്ലേ? 3 പതിറ്റാണ്ടിലേറെ കാലത്തിനു ശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗം നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കും. ഇതാവശ്യപ്പെട്ട് പാർട്ടി നേതൃത്വം നൽകിയ കത്ത് സ്പീക്കർ അംഗീകരിച്ചു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് അംഗങ്ങൾക്ക് പുതിയ സീറ്റുകളും സ്പീക്കർ അനുവദിച്ചു. സ്വന്തം ചങ്കും കരളും കൊടുത്ത് മാണിസാറിനെ കൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചവരുടെ അടുത്ത് നിന്ന് മാണിസാർ മാറിപ്പോകുന്നത് എന്തെല്ലാം ഓർമ്മകളോടെ ആയിരിക്കും. അവർക്ക് നിയമസഭയിൽ സ്വതന്ത്ര ബ്ലോക്ക് ആയിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ്. അവരുടെ രാഷ്ട്രീയ തീരുമാനമനുസരിച്ച് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബഡ്ജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ മാണി മാറണം, മാണി സാറിനെ മാറ്റി വേറൊരാൾ അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ UDF ചങ്ക് കൊടുത്താണ് മാണി സാറിനെ കൊണ്ട് ആ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. മധുര
അത് സ്വാഭാവികമായിട്ടൊരു നടപടിയല്ലേ. അവർ UDF നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അത് പ്രായോഗികമായിട്ട് വരുന്ന ഒരു തീരുമാനമാണ്, അതേ ഉള്ളൂ. അതിന് പ്രത്യേകതയൊന്നുമില്ല. UDFിലെ തിക്കിലും തിരക്കിലും നിന്നാണ് മാണി സാർ മാറിപ്പോകുന്നത്. തട്ടിയും മുട്ടിയും പൊട്ടാതെ സ്വതന്ത്ര ബ്ലോക്കായി ഇരുന്ന് കാറ്റുകൊള്ളാം എന്നതാണ് ആശ്വാസകരം. BJPയുടെ ഏക MLA O രാജഗോപാലിനടുത്ത് മുൻ നിരയിലാണ് ഇനി മാണി സാറിൻ്റെ സീറ്റ്. നമുക്ക് സ്വതന്ത്ര ബ്ലോക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് എന്ന് പറയുമ്പം നമ്മൾ UDFിൻ്റെ ആ ഇടയിൽ നിന്നും മാറി ഇപ്പുറത്തിരിക്കുന്നു എന്നുള്ളതാണ്. UDFിൻ്റെ ഇടയിൽ അങ്ങോട്ട് തിങ്ങിയിരിക്കേണ്ട, UDFിൻ്റെ ഇടയിൽ തിക്കലും ഞെരുക്കും ഒക്കെ മാറി അങ്ങ് ഇരുന്നുവെച്ചാൽ മുട്ടാതെയും തട്ടാതെയും ഒക്കെ നമുക്ക് അതൊക്കെ ഇരിക്കാമല്ലോ, സ്വതന്ത്രമായിട്ട് ഇരിക്കാമല്ലോ എന്ന് കരുതി എന്നുള്ളത്. എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മളിങ്ങനെ ഒരേ മുറി കൂടുന്നത്. UDFിൽ നിന്ന് ഇറങ്ങിപ്പോയത് വെറുതെയല്ല. പരസ്പര വിശ്വാസവും സ്നേഹവും ഇല്ലാത്ത ഒരു മുന്നണിയിൽ എത്ര കാലം തുടരും? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും പറയുന്നത്. പിണങ്ങിയതിന് ശേഷം എല്ലായിടത്തു നിന്ന് പുലഭ്യം പറയുന്ന ഒരു ഏർപ്പാട് കേരള കോൺഗ്രസിലേക്കാണ്. അതുകൊണ്ട് വിട്ടുപോകുന്നു. അതുകൊണ്ട് UDFിനെ പുലഭ്യം പറയുക, കോൺഗ്രസിനെ പുലഭ്യം പറയുക, ആ രീതിയിലല്ല ഈ സമ്മേളനത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങളിങ്ങനെ പറയില്ല. മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ എല്ലാ കോണുകളിൽ നിന്നും ഏൽക്കുന്ന കല്ലേറിൽ തളരുന്ന പാർട്ടിയാണോ കേരള കോൺഗ്രസ്? പാർട്ടിയുടെ ചരിത്രം അറിയാത്തവരാണ് അങ്ങനെ വിശ്വസിക്കുക. നമ്മൾ ഇതിലൊന്നും വല്ല ഭയമുണ്ടോ? തീയിൽ കുരുത്തവര് വെയിലത്ത് വാടിയാൽ അല്ലേ? ഒരു മനുഷ്യൻ വീണ് കിടന്ന് കൈ കാലിട്ട് അടിക്കും ചവിട്ടൻ. 65 ഒറ്റയ്ക്ക്, 67 ഒറ്റയ്ക്ക്, 70 ഒറ്റയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ശക്തി തെളിയിച്ച് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമണ്ഡലത്തിലെ പ്രകാശിച്ചു നിന്ന ശോഭിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് കേരള കോൺഗ്രസ്. അത് താമസിയാതെ കരിങ്കോഴക്കൽ ജയിലൊക്കെ ഉണ്ടാകാൻ പോവുക. പുളി കിടക്കാൻ വയസ്സനാകാലമല്ലേ. അരനൂറ്റാണ്ടായി കേരള കോൺഗ്രസ് പിറന്നിട്ട് ഒപ്പം ജനിച്ച പ്രാദേശിക പാർട്ടികളൊക്കെ അകാലത്തിൽ പൊലിഞ്ഞു കഴിഞ്ഞു. കേരള കോൺഗ്രസ് വളർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായതിന് കാരണം മാണി സാറിൻ്റെ അഭിപ്രായത്തിൽ ലോകമാദരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉള്ളതുകൊണ്ടാണ്. മാർക്സിസത്തിന് മുന്നേ പിറന്ന മാണി സാറിൻ്റെ അധ്വാന വർഗ സിദ്ധാന്തം. ഞാൻ ചോദിച്ച അഖിലേന്ത്യാ രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും ഒരു നിർവചിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമില്ല. നിങ്ങൾക്ക് അറിയാമോ ഈ ചരിത്രം? ഞാൻ എഴുതുന്നുണ്ട്, അപ്പോൾ കൂടുതൽ പഠിക്കും. എന്നാൽ പ്രാദേശിക കക്ഷിയായ സംസ്ഥാന പാർട്ടിയായ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആഗോളതലത്തിൽ ചർച്ച ചെയ്ത ഉത്കൃഷ്ടമായ വിശിഷ്ടമായ ഒരു പ്രത്യയശാസ്ത്രം അധ്വാനവർഗ സിദ്ധാന്തമുണ്ട്. ഒന്നാലോചിച്ച് എത്രയോ ദുഃഖകരം. അധ്വാനവർഗത്തിന്റെ വിമോചനമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഓരോ വിഷയത്തെയും നമ്മൾ വിലയിരുത്തുന്നത്. നിങ്ങളിങ്ങനെ പറയില്ല. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ദൈവത്തിന് സ്തോത്രം. സ്വാശ്രയ മെഡിക്കൽ വിഷയത്തിൽ പിണറായി സർക്കാർ ചെപ്പടി വിദ്യ കാട്ടിയിട്ടും മിണ്ടാട്ടമില്ലാത്ത പ്രതിപക്ഷത്തിന് വിവേകം വൈകി ഉദിക്കുന്നു. അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ് പരുവത്തിലാണ് നമ്മുടെ പ്രതിപക്ഷം. സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് വിദ്യാഭ്യാസം അടിയറവ് വച്ച UDF സർക്കാർ കാലത്തതിനേക്കാൾ ഉയർന്ന ഫീസാണ് സ്വാശ്രയ മെറിറ്റ് സീറ്റിലടക്കം സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. മെഡിക്കൽ പ്രവേശനം നീറ്റ് ലിസ്റ്റിൽ നിന്നാക്കി മാനേജ്മെൻറ്റുകൾക്ക് മൂക്ക് കയറിട്ടത് കേന്ദ്ര സർക്കാരും കോടതിയുമാണ്. സ്വാശ്രയ സമരം നയിച്ച് അധികാരത്തിലെത്തിയവർക്കും മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കാനാവുന്നില്ല. മൂത്ത കോൺഗ്രസ് ഈ വിഷയമൊക്കെ പ്രസ്താവനയിൽ ഒതുക്കുകയും പഴയ സമരസഖാക്കൾ സുഖസുക്ഷുപ്തിയിൽ ആവുകയും ചെയ്ത സ്ഥിതിക്ക് യൂത്തന്മാരെ രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്.
ജനജീവിതം സ്തംഭിക്കണം, പോലീസ് ഞെട്ടണം, സർക്കാർ ആടി ഉലയണം. ഈ സമരം അതിന് എല്ലാ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവർക്ക് ആശംസകൾ നേരുന്നു. ഈ ഉപവാസ സമരം, നിരാഹാര സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നു. തോറ്റവർക്ക് വാശി വന്നേ, മൂക്കിനറ്റം ചോന്നരന്തേ. ഡി.എൻ. കുര്യാക്കോസിനും C.R. മഹേഷിനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന ഈ നിരാഹാര സമരത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്. പാർട്ടി പുനഃസംഘടന എന്ന സംഘടനത്തിലും ഗ്രൂപ്പ് സങ്കടങ്ങളിലും ആണ്ടുമുങ്ങിയിരിക്കുന്ന മൂത്ത പാർട്ടിക്ക് ഒരു നിരാഹാര സമരമൊന്നും താങ്ങില്ല. അതിനാൽ പട്ടിണി സമരം യൂത്തന്മാരെ ഏൽപ്പിച്ച് മൂത്തവർ കടമ നിറവേറ്റിയിരിക്കുകയാണ്. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഉത്തമൻ തുടങ്ങി 11 പേരെ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര. കാരണം മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം കിട്ടിയ മെഡിക്കൽ കോളേജുകൾ തുറന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം സർക്കാർ ഉണ്ടാക്കണം. അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമരങ്ങളുടെ കീഴിലാണ് കേരളത്തിൽ സർക്കാരുകൾ മാറിയതെന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2 സമരനായകന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി, എന്റെ ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. തോറ്റവർക്ക് വാശി വന്നേ, മൂക്കിനറ്റം ചോന്നരന്തേ. രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും നല്ല മുട്ട റോസ്റ്റുമാന്നാ പറഞ്ഞേ. കൺട്രോൾ പാതറരുത്. എവിടെ പട്ടിണിയെടുത്ത മനുഷ്യന്റെ നട്ടല്ലൊട്ടി പിടിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ ആദ്യത്തെ സർക്കാർ വിരുദ്ധ സമരം ഏതുവരെ പോകുമെന്ന് നോക്കാം. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. പയ്യന്നൂരിലെ ക്രമസമാധാന സംഗമം. ഇടവേളയ്ക്ക് ശേഷം അവസാനമായി പറയുകയാണ്, മര്യാദയ്ക്ക് കീഴടങ്ങണം. നാണവും മാനവും ഇല്ലാത്ത ഇവന്മാരെ കൂടെ ചേർന്ന് പറഞ്ഞ ജീവിതം പാഴാക്കണ്ട. ജനങ്ങളുടെ സമാധാന ജീവിതമാണ് പ്രധാനമായിട്ടുള്ളത്.